ഇതെന്തത്ര കാര്യപ്പെട്ട് പഠിച്ചോണ്ടിരിക്കണ നീ? അതേട്ടാ, കണ്ണിന്റെ അടിയിലെ കറുപ്പ് മാറ്റാനേ ഇതിലൊരു മാർഗമുണ്ട്. അതിന് നിന്റെ കണ്ണിന്റെ അടിയിൽ കറുപ്പൊന്നും ഇല്ലല്ലോ. ഉണ്ട്, ഇതുണ്ടോ കരിവാളിപ്പുണ്ട്. ആ പുസ്തകം മാറ്റിയിട്. അതുകൊണ്ട് മാറ്റി വെക്കുന്നു. മാറ്റി വെക്കാനത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എന്നാ PSC പരീക്ഷ? അത് 1 മാസം കഴിഞ്ഞിട്ടല്ലേ? 1 മാസം കഴിഞ്ഞിട്ട് നീ എന്തെടുത്ത് എഴുതും? പഠിക്കാലോ. എന്ത് പഠിക്കും? പഠിക്കാൻ എന്ത് മുതലാ നിന്റെ കയ്യിലുള്ളത്? എന്താ എന്നാ പഠിച്ചോ. എന്നാ ഇതെല്ലാം മര്യാദക്ക് പഠിച്ചിട്ട് നീ പോയിട്ട് പരീക്ഷ എഴുതിയാൽ മതി കേട്ടാ. 24 മണിക്കൂർ ഇരുന്ന് പഠിച്ചോളണം. 24 മണിക്കൂറാ? അപ്പൊ എനിക്ക് ഉറങ്ങണ്ടേ? ഉറങ്ങിയില്ലെങ്കിൽ ഈ കറുപ്പ് കൂടുമെന്ന് അതിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. നീ ഒരു 2-3 മണിക്കൂർ ഉറങ്ങിക്കോ, അതിനൊരു കുഴപ്പമില്ല. ബാക്കി സമയം പഠിക്കണം, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ ഇനി മുതൽ ഏട്ടൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ചോണ്ട് വരുമോ? അമ്മല്ലേ ഇവിടെ? അമ്മ ഉണ്ടാക്കാനാ? അങ്ങോട്ട് ചെല്ലു, നല്ല വഴക്ക് കേൾക്കും. എന്തിനു വഴക്ക് കേൾക്കണത്? അമ്മേനെ എത്ര കാലം ഇവിടെ വെച്ചിരുന്നത്? അയ്യടാ, ഞാനാ ഇവിടെ വെച്ചിരുന്നത്. ഒരു കുഴപ്പമില്ല, ഞാൻ അമ്മയോട് പറഞ്ഞോളാം. മനുഷ്യനെ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാലോ. അപ്പൊ ഇത്രയും കാലം ഏട്ടൻ വായിക്ക് രുചിയായിട്ട് ഒന്നും കഴിച്ചില്ലേ? ഇനി അതും ഇതും പറയാൻ നിൽക്കണ്ട നീ. എടി, ലക്ഷക്കണക്കിന് ആളുകൾ എഴുതുന്ന പരീക്ഷയാണ്, അറിയോ നിനക്ക്? ഒരു 100-200 പേരുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാലേ എന്തെങ്കിലും കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ഈ എടുക്കണ പണി മുഴുവൻ വേസ്റ്റാണ്. എന്റെ ഏട്ടൻ, ഞാൻ പഠിച്ചോളാം. ഏട്ടൻ ഇങ്ങനെ എപ്പോഴും പറയുമ്പോഴേ എനിക്ക് ദേഷ്യം തന്നെ. എടി, ഒരാളുടെ ശമ്പളം കൊണ്ട് മാത്രം കുടുംബം കഴിയാന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത്. ഭാര്യയ്ക്കും കൂടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതിന്റെ വില ഒന്ന് വേറെ പുറത്ത്, അറിയോ? നിനക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ വില എന്താന്നാ വിചാരം? അല്ലേ പിന്നെ? ശരിയാ. എന്നിട്ട് വേണം ഓരോ ചുരിദാർ ഇട്ട് ടൗണിൽ കൂടി എനിക്ക് ചെത്തി നടക്കാൻ. ആനമുട്ട, ആരോടാ ഞാനിതൊക്കെ പറയണതിന്റെ ദൈവമേ. എന്റെ ഏട്ടാ, ഞാൻ പഠിച്ചോളാം. ഇപ്പൊ ഞാൻ ചായ എടുത്തു തരാം. എനിക്ക് ചായയും ചോറൊന്നും വേണ്ട, നീ മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചാൽ മതി. അമ്മ എന്തേ? അമ്മയുടെ സീരിയൽ കാണുന്നുണ്ട്. ഈ പരീക്ഷ കഴിയുന്നതിന് മുമ്പ് ഞാൻ TV വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം കൂടെ ചവിട്ടി പൊട്ടിയും, പറഞ്ഞേക്കാം. അങ്ങോട്ട് ചെല്ല്. അമ്മയ്ക്ക് സീരിയൽ കാണാതെ പറ്റില്ല. എന്തിന് TV വെക്കണ്ടായി? ഇനി കുറച്ച് ദിവസം TV വെക്കണ്ട. എനിക്ക് TV കണ്ടാലേ ഉറക്കാൻ പറ്റത്തുള്ളൂ. നിനക്കറിയാലോ TV വെക്ക്. അതെ, വെറുതെ അവളെ ശല്യപ്പെടുത്തത്. ജവന്തിക്ക് പഠിക്കാനുണ്ട്. എന്തോന്ന് പഠിക്കാൻ? അവൾക്ക് പരീക്ഷയുടെ 1 മാസം കഴിഞ്ഞാല്. എന്തോന്ന് പരീക്ഷയുടെ? അവൾക്ക് PSCയുടെ പരീക്ഷ. അതുകൊണ്ട് TV വെച്ചൂടെ? TV വെക്കണ്ട, അത് തന്നെ. TV വെച്ച് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധ മുഴുവൻ അതിൽ പോവും. അവളെ ഇങ്ങോട്ട് വരണ്ട, അവളെ അകത്തെങ്ങാണ്ട് ഇരുന്ന് പഠിക്കട്ടെ. എന്നാ പിന്നെ ശബ്ദം കുറച്ച് വെച്ചാൽ എന്താ കുഴപ്പം? വീട്ടിൽ അങ്ങനെ മുഴങ്ങുന്ന തരത്തിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഈ ചെവി കേൾക്കാലോ. പിന്നെ വേറൊരു കാര്യം കൂടി അമ്മ. എന്തോന്ന് കാര്യം പറ. ഇനി അടുക്കളയിലെ പണിക്കേ ജമന്തിയെ വിളിക്കണ്ട. അമ്മ എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കിയാൽ മതി. എങ്ങനെ തോന്നിയടാ ഈ കണ്ണും പിടിയും കാണാത്ത എന്നെ കൊണ്ട് അടുക്കളയിൽ കയറി വേല ചെയ്യിക്കാൻ? അമ്മ ഇത്ര കാലം അമ്മയല്ലേ വെച്ചോണ്ടിരുന്നത്, അതിനെന്താ കുഴപ്പം? അത് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, അവള് കൂടെ എന്നെ സഹായിക്കുന്നത്. ഞാൻ എന്തെങ്കിലുമൊക്കെ കറി കരി കൊടുക്കത്തല്ലേ ഉള്ളൂ. എന്നെ കൊണ്ടുപോകുമോ? ഞാൻ സഹായിക്കാന്ന് എന്നെ വിളിച്ചാൽ മതി, ഞാൻ സഹായിക്കാം. നീ എന്തോന്ന് സഹായിക്കാം? ഉപ്പ് നോക്കാനാ? അല്ലാതെ നിന്നെ കൊണ്ട് എന്തോ നോക്കും? അമ്മയ്ക്ക് അല്ലെങ്കിലേ ഷുഗറും പ്രഷറും ഒക്കെയാണ്. തടിയാണെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്താൽ അതിന് ഇച്ചിരി കുറച്ചിലുണ്ടാവും. അതാണ് ഈ പറയണത്. നല്ല വേല തന്നെ. ഇനിയിപ്പോ എന്നെ കൊണ്ട് അടുക്കള വേലയും കൂടെ ഞാൻ ഇനി ചെയ്യാം. തരുന്നതൊന്നും പോരാ. അല്ല, അല്ലെങ്കിൽ തന്നെ ഞാൻ നിനക്ക് മാസാമാസം 500 രൂപ വെച്ച് തരുന്നില്ലേടാ കറണ്ട് ബില്ലിന്? ഞാനൊന്ന് കണ്ടോട്ട്. കറണ്ട് ബില്ല് പോണതോ തരുന്നതല്ല എന്റെ വിഷയം. അവൾക്ക് എങ്ങനെയെങ്കിലും ആ പരീക്ഷ എഴുതിയിട്ട് പാസ്സാവണം, അവളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. അല്ലാണ്ട് ഈ ഒരാളുടെ വരുമാനം കൊണ്ട് എന്താവാനാണ്? അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാത്തത്. അതിന് വെക്കണേ വെച്ചോ, ശബ്ദം കുറച്ച് വെച്ചാ മതി. ശബ്ദം കുറക്കണമെന്ന്. ആ ശബ്ദം കുറക്കേ. എനിക്ക് കേക്കണ്ട. എന്താ വേണം?
നിങ്ങൾക്ക് മാത്രം കേട്ടാ പോരെ? ഇവിടെ വല്ല പള്ളിപ്പെരുന്നാളും ഉണ്ടോ? ഇതൊക്കെ കാണുമ്പോ ഇച്ചിരി ഓടിയത് തരാണ്. ഇങ്ങോട്ട് അങ്ങോട്ട്. നിന്റെ വിളിയുമ്പോഴും കേൾക്കുന്നത് എന്ത് സുഖം അറിയാമോ ഇത് കേൾക്കാനും? നീ ആ വാതിൽ അടച്ചിടും, അല്ലെങ്കിൽ ചെവിക്ക് പഞ്ഞി എടുത്തത്. ഞാൻ ആ വൃത്തികെട്ടവനോട് പറഞ്ഞതാണ് എൻ്റെ വോളിയം കുറച്ച് വെക്കണമെന്ന്. ശരി. ഇനി ഈ സാധനം ഇവിടെ മര്യാദക്ക് വെച്ചോളാം. ഞാൻ നിന്നോട് ഇന്നലെ വന്ന് പറഞ്ഞതാണ് ഇവിടെ കേൾക്കുന്ന ശബ്ദത്തിന് ടി വി വെച്ചാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞില്ലേ? ഇത് എന്റെ വീട്, എന്റെ ടി വി, ഞാൻ കാശടക്കാൻ കാറുണ്ട്. നീ ആരോടാ ചോദിക്കാൻ? എന്ത് നിന്റെ വീട്? എന്താടാ നിന്റെ വീട്? നിന്റെ വീട് ഇത് എന്റെ വീടാണ്. നിന്റെ മറ്റേ മത്തായി മാമച്ചൻ കൊണ്ടൊന്ന് കയറ്റിയ വീടൊന്നുമല്ലല്ലോ ഇത്. ഇത് എന്റെ വീട്, എന്റെ തറവാട്. നിന്റെ ഇതാ ഇവളുടെ കൗതാര്യം കൊണ്ട് നീ ഇവിടെ നിൽക്കുന്നു, അങ്ങനെ വിചാരിക്കണ്ട കേട്ടാ. നീ അങ്ങോട്ടുള്ള ഭരണം മതി, ഇങ്ങോട്ടുള്ള ഭരണം വേണ്ട. ഇങ്ങോട്ടുള്ള ഭരണം നടത്തും. ഇത് എന്റെ പെങ്ങളാണ്. ആ നിലയ്ക്ക് ഞാൻ ഇവിടെ വരും. നിന്റെ പെങ്ങളാണെങ്കിൽ അവിടെ കെട്ടിയോ ഞാനാ? അതിന് അതിനെന്താണെന്ന് അത് ഞാൻ അംഗീകരിക്കുന്നുണ്ടല്ലോ. എന്നാ പിന്നെ ശല്യപ്പെടുത്താൻ നിൽക്കരുത് കേട്ടാ. എടി 10-25 ദിവസം കഴിഞ്ഞ് അവൾക്ക് PSC പരീക്ഷയാണ്. അത് എങ്ങനെയെങ്കിലും ഒന്ന് എഴുതി പാസ്സായിക്കോട്ടെ. അത് അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഓളിയം വെക്കണ്ടെന്ന് പറയണത്. ഇവിടെ ഇത്ര നാൾ ഒച്ചപ്പാടും പാവളും ഇല്ലാതിരുന്നപ്പോഴത്തേനും നിന്റെ കാര്യം എഴുതി പാസ്സായി കണ്ടില്ലല്ലോ. കുറെ നാൾ ആയാലും എഴുത്ത് തുടങ്ങിയിട്ട്. ഇതെങ്കിലും എഴുതി പാസ്സാവും ഞാനൊന്ന് നോക്കട്ടെ. അതെ, നിന്റെ കെട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ നീ വേറൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കുക. നീ എന്റെ വീട്ടിൽ നിന്ന് ഒച്ചയെടുക്കണ്ട. എന്റെ വീട്ടിൽ വലിഞ്ഞു കയറി വന്നിട്ട് എന്നോട് വാടകയ്ക്ക് പോവാനാ? അതെ, വലിഞ്ഞു കയറി വന്നെങ്കിൽ നിന്റെ പെങ്ങളെ അന്തസ്സായിട്ട് ഞാൻ പോറ്റുന്നുണ്ട്. ആ ഒരൊറ്റ ബലഹീനത മുകളിലാണ് ഞാൻ ഇപ്പോഴും നിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നീ ഒന്നും എന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഈ ടിവിയുടെ വോളിയം ഇതിനകത്തല്ലാതെ പുറത്തേക്ക് എങ്ങാനും കേട്ട് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. അങ്ങനെ നീ അങ്ങോട്ട് പേടിപ്പിക്കല്ലേ കനക. എന്നാ വെക്കി നീ വോളിയം. വോളിയം വെക്കി. ഇതല്ല, ഇതിനപ്പുറം വോളിയം ഉണ്ട്, അത് വെക്കും ഞാൻ. എന്നാ വെക്കടാ നീ. ചെയ്യാനുള്ള വെക്കി ഞാൻ കാണട്ടെ. ഭീഷണിപ്പെടുത്തുക. ഇത് എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് കേൾക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. പോത്തെ നിനക്ക് വലിയ ബുദ്ധിയുണ്ടാവും. അവള് PSC ടെസ്റ്റ് എങ്ങാനും എഴുതി ഒരു സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവനും അവളും സർക്കാർ ഉദ്യോഗസ്ഥർ. ഞാനെന്ത് ആരടി വെറും വേസ്റ്റുകളാ. പിന്നെ നിന്റെ ആ നാത്തൂനുണ്ടല്ലോ, നിന്റെ തലയേക്കാലിരുന്ന് നിറങ്ങും. എന്റെ തലയേക്കാലിരുന്ന് നിറങ്ങും. അവിടെ കാലിനെ തല്ലി പിടിക്കും ഞാൻ. അത് നീ ചെയ്യുമെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ വേണ്ട, ഒച്ച. അതെ, ഞാനേ നമ്മുടെ ആ സൗൾസിൽ പോയി 2 സ്പീക്കർ എടുത്തോണ്ട് ഇച്ചിരി ഓളത്തിൽ വെച്ചാലോ? ഓവറാക്കണ്ട, ഇത് മതി. മതിയല്ലേ? ഇച്ചിരി ഓളയും കിട്ടിയേ. നിന്നോട് ഞാൻ എന്താ പച്ച മലയാളത്തിൽ പറഞ്ഞോണ്ട് പോകുന്നത് അവിടുന്ന്? എന്താടാ കുഴപ്പം? നീ ആ ടിവിയുടെ വോളിയം മര്യാദക്ക് കുറച്ച് വെച്ചോ. ഓളിയം കുറയ്ക്കാൻ എനിക്ക് മനസ്സിലടാ. പറഞ്ഞു. എന്നാ നീ കണ്ടോ? ഞാൻ കണ്ടോണ്ടിരിക്കുക. എന്താ ചെയ്യണമെന്ന് എനിക്കറിയാട്ടാ. നീ ചെയ്യടാ പോയി. പിന്നെ നീ ഇപ്പൊ അങ്ങനെ TV കാണണ്ട കേട്ടാ. ഇതെന്റെ കയ്യിലിരിക്കട്ടെ. നീ ഫ്യൂസ് ഇല്ലടാ. നിനക്കൊരു ധാരണയുണ്ട് കറണ്ടിന്റെ പരിപാടി നിനക്ക് മാത്രമേ അറിയാവൂ. ഫ്യൂസ് ഇല്ലാതെ കറണ്ട് വരുത്താൻ ക്ലീറ്റ് ആക്കി അറിയണം. നീ അടുത്ത് കാണിച്ചു കാണിക്കാം.